വളരെയധികം പ്രശംസ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന കേബിൾ ടി വി അസോസിയേഷനും അതുപോലെ തന്നെ കേരള വിഷൻ ചാനലിലെയും പ്രവർത്തകരെ ആവേശം തുടിക്കുന്ന ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ചരിത്രവും സാഹിത്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഈ പൊന്നാനി ഭൂമിയിൽ നിന്നും മീഡിയ രംഗത്തെ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുമ്പോൾ തികഞ്ഞ ആവേശമാണ് മനസ്സിൽ നിറയുന്നത്. അതിന് അവസരമൊരുക്കിയ ഇതിൻ്റെ എല്ലാ സംഘാടകരും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. നൂതന വിവര സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ ഇക്കാലത്ത് വാർത്തകളും വിവരങ്ങളും ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഈ മീഡിയ വിപ്ലവത്തിലെ വിശ്രമം അറിയാത്ത പടനായകന്മാരാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ അർപ്പിച്ചിട്ടുള്ള ദൗത്യം കൂടുതൽ കൂടുതൽ ഭംഗിയായി നിർവഹിക്കുവാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏറെ ആവേശകരമായ രീതിയിൽ കേരള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷൻ ചാനലിനും വിജയാശംസകൾ നേരുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഇതിനെല്ലാം മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, എം കെ സുരേഷ്, കെ സുരേഷ്, മുസ്തഫ, അയ്യൂബ്, പ്രവീൺ കുമാർ കൂടാതെ മറ്റെല്ലാവരോടും എൻ്റെയും അമൃതാവശ്യൻ്റെയും എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ചെയ്യുന്നു. രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീകളുടെ സുരേഷിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ ചില ചടങ്ങുകൾ ഇതിൽ നടക്കുന്നതുകൊണ്ട് ഞാൻ ചടങ്ങിൽ എത്താൻ സാധിച്ചില്ല. അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ പല ഭാഗങ്ങളിലായി വിവിധ പരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൊന്നാനി ഇടപ്പാൾ മേഖലാ കമ്മിറ്റികളുടെയും നമ്മുടെ ഈ നാട്ടിലെ അഖിലേന്ത്യാ ചാനലായിട്ടുള്ള MCയുടെയും കൂട്ടായ്മയുടെ ഭാഗമായി ഇന്ന് അക്ബർ ഗ്രൂപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് ഇന്നിവിടെ അനുബന്ധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിലുള്ളത് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് കേരള വിഷനാണ്. നാസർ ഹോസും ഇവിടെ കേരള വിഷനെയാണ് പറയുന്നത്. കേരള വിഷൻ എന്ന് പറയുന്ന ആ ബ്രാൻഡ് ഇന്ന് കേരളത്തിലെ ഉപഭോക്താക്കൾ കൈകളിൽ എഴുതിയിരിക്കുകയാണ്. കേരള വിഷൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ ചെറുകിട കേബിൾ ടി വി മേഖലയിൽ 1000 കോടി ടേണോവർ ഉള്ള കേരളത്തിലെ 41 കമ്പനികളിൽ ഒരു കമ്പനിയായി കേരള വിഷൻ മാറിയിട്ടുണ്ട്. അതെല്ലാം കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയിലും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തെ നെഞ്ചോടെത്തിയ ഉപഭോക്താക്കളുടെയും സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത്. ഏറ്റവും പുതിയ ടെക്നോളജികൾ ഈ മേഖലയിൽ, ഈ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവരിക, ഏറ്റവും നേരത്തോടെ സൂചിപ്പിക്കപ്പെട്ട അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ പുതിയ ആശയങ്ങൾ നമ്മുടെ ഉപഭോക്താക്കൾക്ക് നൽകുക, പുതിയ അനുഭവങ്ങൾ അവർക്ക് നൽകുക, ഇതൊക്കെയാണ് കേരള വിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പരിപാടി ഇവിടെ ഇത്രയും നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും
കേരളത്തിലെ മറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് നമ്മോട് മത്സരിക്കുന്ന വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ചാനലുകളോടൊക്കെ മത്സരിച്ചുകൊണ്ടാണ് കേരളാവശ്യവും ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് ഈ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ വീണ്ടും പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ പുതിയ ആശയങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ കൊണ്ടുവരുന്നത് ഞങ്ങൾ ചർച്ച ചെയ്യും. അത് അടുത്ത 2 വർഷം ഞങ്ങൾ നടപ്പാക്കും. എന്തായാലും ഈ സംവിധാനത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള അവസരം ഇവിടെ പൊന്നാനിയിൽ ഉണ്ടാക്കി തന്ന അക്ബർ ഗ്രൂപ്പിനും അതുപോലെ മുഴുവൻ ആളുകൾക്കും ഞങ്ങളോട് സഹകരിക്കുന്ന മുഴുവൻ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ പേരിലും കേരള ആവശ്യത്തിൻ്റെ പേരിലുമുള്ള നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ടുവന്ന് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ സ്റ്റേറ്റ് സംസ്ഥാന കമ്മിറ്റി നമ്മുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരൊക്കെ എല്ലാവരും സംസാരിക്കാൻ, പക്ഷേ സമയക്കുറവ് കാരണം ആരും സംസാരിക്കുന്നില്ല. ഇനി കുറേ പാട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട്, നല്ല നല്ല പരിപാടികളുണ്ട്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം പരിപാടി നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പരിപാടി കൂടെ അവസാനിപ്പിക്കാൻ ഇവിടെ പാട്ട് തുടരുന്നതായിരുന്നു. ഇവിടെ വന്ന എല്ലാ നേതാക്കൾക്കും അക്ബർ ട്രാവൽസിനും പ്രത്യേകം നാസർക്കാർ നമ്മളെ എല്ലാ പരിപാടിയും എന്ത് പരിപാടി പറഞ്ഞാൽ അതിലൊക്കെ തയ്യാറായിരിക്കുന്ന നാസർക്കാർ എല്ലാ 2 വാക്കുകൾ നമ്മളോട് പറഞ്ഞു. നാസർക്കാരുടെ കുടുംബങ്ങൾക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പാട്ട് പരിപാടി തുടങ്ങുകയാണ്.